നമ്മുടെ മുമ്പിലൊരു വലിയ ചോദ്യം എന്താ അറിയോ? എത്രയാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുക? അല്ലെങ്കിൽ എത്ര സ്പെൻഡ് ചെയ്താലാണ് നമുക്കൊരു 6 മുതൽ 7 പ്ലേസിനെ വാങ്ങാൻ പറ്റുക? എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ സിമ്പിളാണ്. ഒരു 400 മില്യൺ മുതൽ ഒരു 450 മില്യൺ വരെ നമ്മൾ ഈ സമ്മർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്താണ് ബ്രോ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് യൂണിവേഴ്സിറ്റി ചെയ്യും എന്നുള്ളത്? നമ്മൾക്ക് ഫിനാൻഷ്യൽ കൺസ്ട്രെയിൻസ് ഇല്ലേ? നമുക്ക് ഫൈന് വരില്ലേ ഇത്രയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ? നമുക്ക് റൂൾസ് നമ്മൾ നോക്കണ്ടേ? നമുക്ക് PSR ഒക്കെ ഉള്ളതല്ലേ? ഇല്ല. ഈ 2026 ട്രാൻസ്ഫർ വിൻഡോ മുതൽ നമുക്ക് എക്സ്ക്യൂസസ് ഇല്ല. കാരണം ഈ 2026 ട്രാൻസ്ഫർ വിൻഡോ മുതൽ പുതിയ റൂള് വരാൻ പോവാണ്. അതായത് പ്രീമിയർ ലീഗിനെ തന്നെ പിടിച്ചു കുലുക്കുന്ന ഒരു റൂള്. അതെന്താണെന്നല്ലേ? അതിലോട്ട് ഞാൻ വരാം. അതിന് മുമ്പ് ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബാക്കി യുണൈറ്റഡ് ഫാൻസിന് എന്തായാലും ഷെയർ ചെയ്ത് കൊടുക്കുക, കാരണം അവരും ഈ വീഡിയോ കാണണം. അതിന് കൂടെ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാം. തീർച്ചയായും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ ചാനലിലോട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. ദിസ് ഇസ് മിറാജ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം ഇത് നമ്മുടെ സമ്മർ വിൻഡോ ആര് വരണം, ഈ പ്ലെയർ വരണം, അതൊന്നുമല്ല. റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് എത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതും പിന്നെ നമ്മൾക്ക് എന്തുകൊണ്ട് എക്സ്ക്യൂസ് ഇല്ല എന്നുള്ളതും പറയുന്നതാണ് ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ മുഴുവൻ കാണുക. അതിന് ശേഷം മാത്രം നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് കമൻറ്റ് ചെയ്യാം. ഞാൻ എന്തായാലും വീഡിയോയിലോട്ട് വരാം തിരിച്ച്. ഫസ്റ്റ് സമ്മർ വിൻഡോ ഓഫ് ഇനിയോസ് നമ്മൾ കണ്ടു. സെർക്സി, യോറോ, മസ്രാവി, ഡിലിറ്റ്, ഉഗാർത്തെ 5 പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു. രണ്ടാമത്തെ ട്രാൻസ്ഫർ വിൻഡോ ഓഫ് ഇനിയോസ് നമ്മൾ കണ്ടു. കുനിയ, എംബോമോ, സെസ്കോ, ലാമൻസ്, ഡിയോഗോ ലിയോൺ വീണ്ടും 5 പ്ലേയേഴ്സിനെ സൈൻ ചെയ്തു. അപ്പോൾ 2 ട്രാൻസ്ഫർ വിൻഡോ ആയിട്ട് നമ്മൾ സൈൻ ചെയ്തത് 5 പ്ലേയേഴ്സിനെയാണ്, അല്ലെങ്കിൽ 4 to 5 പ്ലേയേഴ്സിനെയാണ്. ഇതൊരു പാറ്റേൺ ആണ്. സോ ബേസിക്കലി ഇനിയോസ് ട്രൈ ചെയ്യുന്നത് എല്ലാ സമ്മർ വിൻഡോയിലും ഒരു 4 പ്ലെയറിനെ കൊണ്ടുവരിക, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 പ്ലേയേഴ്സിനെ കൊണ്ടുവരിക, എന്നിട്ട് ടീം ഫിക്സ് ചെയ്യാൻ നോക്കുക. പക്ഷേ നമ്മൾ വഴിപാട് പോലെ എല്ലാ വർഷവും കേട്ടിരുന്നത് അത് എന്താണ് റീസൺ ഇത്ര പ്ലേയേഴ്സ് നമുക്ക് വാങ്ങാൻ പറ്റുന്നുള്ളൂ? എന്താണ് റീസൺ? നമുക്കറിയാം, നമുക്ക് യുണൈറ്റഡ് ടാക്സ് ഉണ്ട്. അതായത് ഏത് പ്ലെയർ നമ്മൾ വാങ്ങാൻ പോയാലും ഒരു 20-30 മില്യൺ നമുക്ക് എക്സ്ട്രാ ഇട്ട് തരും ബാക്കി ടീംസ്. നമുക്കറിയാവുന്ന ഒരു ഗ്ലോബൽ സത്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ബഡ്ജറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അതായത് ഫൈന് വരും, നമ്മൾ ഓവർ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് PSRൻ്റെ ഇഷ്യൂസ് ഉണ്ട്. ഇതൊക്കെയാണ് നമ്മൾ വഴിപാട് പോലെ എല്ലാ വർഷവും കേട്ടിരുന്നത്. ബഡ്ജറ്റ്, നമ്മൾ ടൈറ്റ് ബഡ്ജറ്റാണെന്നൊക്കെ. 2026 മുതൽ ആ എക്സ്ക്യൂസ് നടക്കാൻ പോകുന്നില്ല. കാരണം ഇവിടെയാണ് നേരത്തെ പറഞ്ഞ ഒരു റൂൾ ചേഞ്ച് വന്നിട്ടുണ്ട്. ഇത് കുറച്ച് മുമ്പ് വന്നതാണ്, ഒരു 3 മാസമായി കാണും. പക്ഷെ നമ്മളെല്ലാവരും, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൽ പെട്ടത്, സത്യം പറഞ്ഞാൽ ശരിക്കും എൻ്റെ കണ്ണിൽ പെട്ടത് ഇപ്പോൾ അടുത്താണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മളിവിടെ പറയണം. അല്ലെങ്കിൽ നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ട് ട്രാൻസ്ഫർ വിൻഡോനെ കാണുന്ന പോലെ ആയിരിക്കും. എന്താണ് റൂൾ ചേഞ്ച്? ഒന്നുമില്ല. നമുക്കറിയാം PSR പറഞ്ഞ സംഭവം ഇനി ഇല്ല. ഇനി മുതൽ SCR ആണുള്ളത്, വിച്ച് മീൻസ് സ്ക്വാഡ് കോസ്റ്റ് റേഷ്യോ. ഈ PSR എന്ന് പറഞ്ഞ സംഭവം എല്ലാ 3 വർഷം കൂടുമ്പോഴായിരുന്നു അവർ നോട്ട് ചെയ്തിരുന്നത്. അതായത് എന്താണ് നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് എങ്ങനെ നിൽക്കുന്നത്, എല്ലാ 3 വർഷം കൂടുമ്പോൾ നോക്കിയിരുന്നു. അതിൽ നമ്മൾ സത്യം പറഞ്ഞാൽ നെഗറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നമ്മുടെ ക്ലബിന് കടമുണ്ട്. അതായത് അത് നെഗറ്റീവ് ബാലൻസാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കൺസ്ട്രെയിൻസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് ലിമിറ്റ് വെക്കണമായിരുന്നു ഇത്ര സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുള്ളത്. പക്ഷേ 2026 ട്രാൻസ്ഫർ വിൻഡോ മുതൽ അത് മാറാൻ പോവുകയാണ്. SCR പ്രാബല്യത്തിൽ വരുമ്പോൾ നമ്മളിത് നോക്കാൻ പോകുന്നത് സ്ക്വാഡിൻ്റെ പൈസ, അല്ലെങ്കിൽ നമ്മൾ ആ സ്ക്വാഡിന് വേണ്ടി ഇറക്കിയ പൈസ എന്താണെന്നുള്ളതാണ്. വിച്ച് മീൻസ് ഈ PSRൽ വരുന്ന കുറേ നെഗറ്റീവ് സംഭവങ്ങളൊക്കെ നമ്മുടെ ക്ലബ്ബ് ഒഴിവായി, അല്ലെങ്കിൽ അതിൽ നിന്ന് നമ്മുടെ ക്ലബിനെ ഒഴിവാക്കി. ശരിയാണ്, ന്യൂകാസിൽ, ആസ്റ്റൺ വില്ല പോലത്തെ ക്ലബ്സിനൊക്കെ ഇതൊരു തലവേദനയാണ്. പക്ഷേ നമ്മൾക്ക് ഇത് വലിയൊരു പോസിറ്റീവ് ന്യൂസാണ്. ഇനി എന്താണ് ഈ സ്ക്വാഡ് കോസ്റ്റ് റേഷ്യോ? സോ അതിൽ ഞാൻ കുറച്ച് കീ ആസ്പെക്ട്സ് പറയാം. അതായത് ഒരു ക്ലബിൻ്റെ റവന്യൂവിൽ നിന്ന് 85% നമുക്കിനി സ്പെൻഡ് ചെയ്യാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മുടെ ക്ലബ്ബ് യുണൈറ്റഡ് എന്ന ക്ലബിന് 600 മില്യൺ ആണ് നമ്മുടെ റവന്യൂ എന്ന് വിചാരിക്കുക. അതിൻ്റെ 85% നമ്മുടെ സ്ക്വാഡിന് വേണ്ടി നമ്മുടെ ക്ലബിന് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി എന്തൊക്കെയാണ് അതിൽ വരുന്നത്? സോ അതിൻ്റെ കമ്പോണൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലെയറിൻ്റെ വേജസ്, കോച്ചിൻ്റെ വേജസ്, ഏജൻറ്റ് ഫീസ്, പിന്നെ അമോർട്ടൈസ്ഡ് ട്രാൻസ്ഫർ ഫീസ്. നമുക്കറിയാം, ഒരു പ്ലെയറിനെ 50 മില്യൺ ഒരു പ്ലെയറിന് വാങ്ങുമ്പോൾ 5 വർഷത്തെ കോൺട്രാക്റ്റ് ആണെങ്കിൽ 10 മില്യൺ 10 മില്യൺ 10 മില്യൺ 10 മില്യൺ 10 മില്യൺ ഇങ്ങനെയാണ് ക്ലബ്ബ് പൊതുവെ സ്പെൻഡ് ചെയ്യുക. സോ ഇങ്ങനത്തെ സ്പെൻഡ് ചെയ്യുന്നതും, അതായത് അമോർട്ടൈസ്ഡ് ട്രാൻസ്ഫർ ഫീസും ഏജൻറ്റ് ഫീസ് ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. കോച്ചിൻ്റെ വേജസ്, അതേപോലെ തന്നെ ഇപ്പോഴത്തെ ആ സ്ക്വാഡിലുള്ള
എല്ലാ പ്ലെയറുടെയും വേജസ്, ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും ഈ 85% വരേണ്ടത്. ഇവിടെയാണ് ചെൽസി ചെയ്ത സംഭവങ്ങളൊക്കെ ചിലപ്പോൾ പണി കിട്ടാൻ പോകുന്നത് ഇനി അങ്ങോട്ട് ചെയ്യുകയാണെങ്കിൽ. അതായത് ഈ അക്കൗണ്ടിൽ എന്താ പറയുക, അല്ലെങ്കിൽ എക്സൽ ഷീറ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ചെൽസി എന്താ ചെയ്തിരുന്നത്, അവരുടെ ഹോട്ടൽ വിൽക്കുന്നു, അവരുടെ വുമൻസ് ടീമിനെ വിൽക്കുന്നു, ഇതൊക്കെ ചെയ്തിരുന്നത്. ഇനി അങ്ങനത്തെ സംഭവങ്ങളൊന്നും പുതിയ റൂൾ പ്രകാരം ചെയ്യാൻ പറ്റില്ല. അതോ ചെയ്താലും അക്കൗണ്ടിൽ അത് കാണിക്കാൻ പറ്റില്ല. പ്യുവർ ഫുട്ബോൾ ടേംസിൽ മാത്രം വരുന്ന റവന്യൂ ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. അതായത് മാച്ച് ഡേ ടിക്കറ്റ്സ്, അതേപോലെ തന്നെ ബ്രോഡ്കാസ്റ്റിംഗ്, കമേഴ്ഷ്യൽ റവന്യൂ, പിന്നെ അതേപോലെ തന്നെ നെറ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഫ്രം പ്ലെയർ സെയിൽസ്, ഇങ്ങനത്തെ സംഭവങ്ങളും കൂടെ പ്ലെയർ വേജസ്, കോച്ച് വേജസ്, ഏജന്റ് ഫീസ്, അമോർട്ടൈസ് ട്രാൻസ്ഫർ ഫീസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരിക്കും പ്യുവർ ഫുട്ബോൾ ടേംസിൽ മാത്രം നടക്കുന്നത് എന്താണോ അത് മാത്രമായിരിക്കും ഇനി കമ്പോണൻസ് ആ റവന്യൂ ജനറേറ്റ് ചെയ്യുന്നതിൻ്റെ. ദിസ് ഈസ് എ ബിഗ് ന്യൂസ് ഫോർ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഫാൻസ്. ഞാൻ ഇതിൻ്റെ ഡീപ്പ് ഡൗൺ ഈ SCR ഇതിലൂടെ ഞാൻ പോകുന്നില്ല, ഞാനിത് പറഞ്ഞു വെച്ചതാണ്. അതിലൂടെ പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനിയും വ്യക്തമായിട്ട് ഇതിനെക്കുറിച്ച് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ദർ ആർ ലോഡ് ഓഫ് യൂട്യൂബ് വീഡിയോസ്, അതേപോലെ തന്നെ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. അതല്ല ഞാൻ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കോമൻറ്റ് ചെയ്യാം, ബ്രോ ഇതൊന്നും ഒന്നുകൂടി വ്യക്തമാക്കി താ, കുറച്ച് ലോങ് വീഡിയോ ആയിട്ട് എന്താണ് ഈ SCR, എങ്ങനെ നമ്മളെ ബെനിഫിറ്റ് ചെയ്യുന്നുള്ളതൊക്കെ ഒന്ന് വീഡിയോ ആക്കി താന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാം. ഡിപ്പെൻഡ്സ് ഓൺ ദ കോമൻറ്റ്സ്, നമുക്ക് വേണമെങ്കിൽ അത് വീഡിയോ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ട്രാൻസ്ഫർ വിൻഡോ എങ്ങനെയാണെന്നുള്ളതാണ്. സോ ഞാനിത് പറയാൻ കാരണം ഇതൊരു വലിയ ഫാക്ടറാണ്. ഈ PSR മാറി SCR വരുമ്പോൾ ഇത് നമ്മുടെ ട്രാൻസ്ഫറിനെ ശരിക്ക് പോസിറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു സംഭവമാണ്. ഇനി പ്രീമിയർ ലീഗിനാണ് ഒരു ടീമിൻ്റെ, ഒരു ക്ലബിൻ്റെ റവന്യൂവിൻ്റെ 85% ഉപയോഗിക്കുക എന്ന് പറയുന്നത്. പക്ഷേ UEFAൻ്റെ റൂൾ പ്രകാരം അവരുടെ ഇതിൽ 70% മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിലൊരു ഇൻട്രസ്റ്റിംഗ് സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളെല്ലാവരും വിചാരിക്കും യുണൈറ്റഡ് ഭയങ്കര മുകളിലാണ്, ഭയങ്കരമായിട്ട് സ്പെൻഡ് ചെയ്തുകൊണ്ട് ഭയങ്കര മുകളിലാണെന്നൊക്കെ വിചാരിക്കും. പക്ഷേ നമുക്കറിയാം ഈ ന്യൂസ് വന്നതിന് ശേഷം കുറേ കോസ്റ്റ് കട്ടിംഗ് ഒക്കെ നടന്നിരുന്നു. അതിനൊക്കെ ശേഷം നമ്മുടെ ക്ലബ്ബ് ഇപ്പോൾ ആസ് ഓഫ് നൗ 57% മാത്രമാണ് സ്ക്വാഡിൻ്റെ മുകളിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. അതായത് 85% നമുക്ക് ഉപയോഗിക്കാം, 85% വരെ നമുക്ക് ഉപയോഗിക്കാം പ്രീമിയർ ലീഗിൽ. അവിടെ 57% മാത്രമാണ് നമ്മൾ സ്ക്വാഡിന് വേണ്ടി നമ്മുടെ പൈസ ചിലവാക്കിയിട്ടുള്ളൂ, അല്ലെങ്കിൽ ആസ് ഓഫ് നൗ. ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമുക്കിനി എക്സ്ക്യൂസസ് ഇല്ല. എക്സ്ക്യൂസ് പറഞ്ഞ സംഭവമില്ല. നമ്മൾ ഈ സമ്മർ വിൻഡോയിൽ വി ഹാവ് ടു സ്പെൻഡ് മോർ ദാൻ നമ്മുടെ ജനറലി സ്പെൻഡ് ചെയ്യുന്ന പോലത്തെ 250 മില്യൺ 200 മില്യൺ അതിൻ്റെ മുകളിൽ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി അങ്ങനെ സ്പെൻഡ് ചെയ്യാൻ പറ്റുമ്പോൾ എത്ര പ്ലേയേഴ്സ് നമ്മൾ കൊണ്ടുവരണം? ഇപ്പോൾ എൻ്റെ ഒരു പ്രൊഡിക്ഷൻ എടുക്കുകയാണെങ്കിൽ വി ക്യാൻ സ്പെൻഡ് ക്ലോസ് ടു ഒരു 350 മില്യൺ അല്ലെങ്കിൽ 400 മില്യൺ സ്പെൻഡ് ചെയ്യുന്നത്. നെറ്റ് സ്പെൻഡ് അല്ല ഞാൻ പറഞ്ഞത്, സ്പെൻഡ് ചെയ്യുന്നത് വി ക്യാൻ സ്പെൻഡ് അപ് ടു 400 മില്യൺ. 400 മില്യൺ വരെ നമുക്ക് ഈ സമ്മർ വിൻഡോയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും ബിക്കോസ് ഓഫ് ദിസ് ചേഞ്ച് ഓഫ് റൂൾ. ആരൊക്കെ വരണം, ഏത് പ്ലേയേഴ്സ് വരണം, അത് ഞാൻ നിങ്ങൾക്ക് വിട്ടുതരാം. പക്ഷേ എത്ര പ്ലേയേഴ്സ് വരണം അത് ഞാനിവിടെ പറയാം. നമ്മൾക്ക് മിനിമം 6 മുതൽ 7 പ്ലേയേഴ്സ് വരെ വരണം. ഒരു DM, സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ, നമുക്ക് ആദ്യം കസമേറ പോകാൻ നമുക്കറിയാം. ഇപ്പോൾ ഒരു സെൻട്രൽ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഉഗാർത്തെ മിക്കവാറും പറഞ്ഞു വിടും. ഉഗാർത്തെ പോകുമ്പോൾ നമുക്ക് 2 മിഡ്ഫീൽഡേഴ്സ് വരണം. സോ 3 മിഡ്ഫീൽഡേഴ്സ് മസ്റ്റാണ്. വി നീഡ് എ ലെഫ്റ്റ് ബാക്ക്. നമുക്കൊരു ലെഫ്റ്റ് ബാക്കോ അല്ലെങ്കിൽ റൈറ്റ് ബാക്കോ മസ്റ്റാണ്. 4 എണ്ണമായി. ലെഫ്റ്റ് വിങ്ങർ എന്തായാലും വേണം, 5 പ്ലേയേഴ്സ്. അതിൻ്റെ കൂടെ നമുക്കൊരു ഡിഫൻഡർ വേണം. നമുക്കറിയാം മാർട്ടിനസ്, മഗ്വയർ, ഡിലിറ്റ് ഇവരൊക്കെ ഇഞ്ചുറി പ്രോൺ ആണ്. അപ്പോൾ ഇത്രയും ഇഞ്ചുറി പ്രോൺ ആയിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് പേരോടുള്ളപ്പോൾ ഒരു അഡീഷണൽ സെൻറ്റർ ബാക്ക് മസ്റ്റാണ്. സോ ഇതുവരെ 6 ആയി. ഇനി അതിൻ്റെ കൂടെ ഞാൻ പറയുന്നത് സെർക്സി പറഞ്ഞ പ്ലെയർ മിക്കവാറും പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ സെർക്സി പോയാലും പോയില്ലെങ്കിലും മിക്കവാറും പോവും. അപ്പോൾ നമുക്കൊരു ബാക്കപ്പ് സ്ട്രൈക്കറും മസ്റ്റാണ്. 7 പ്ലേയേഴ്സ് നമ്മൾ മസ്റ്റായിട്ട് സൈൻ ചെയ്യണം. ക്യാൻ വി ഡു ദാറ്റ്? നമ്മുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമുക്ക് 7 പ്ലേയേഴ്സിന് സൈൻ ചെയ്യാനായിരുന്നു നമ്മുടെ വലിയ ക്വസ്റ്റ്യൻ. നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല എന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ സംഭവം ഒഴിവാക്കി മാറ്റി തന്നിട്ട്, സത്യം പറഞ്ഞാൽ പ്രീമിയർ ലീഗ് തന്നെ മാറ്റി തന്നിട്ടുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാൻ സൈൻ 7 പ്ലേയേഴ്സ്. 7 പ്ലേയേഴ്സിന് നമുക്ക് സൈൻ ചെയ്യാൻ പറ്റും. അതിന് കാരണം നമ്മൾക്ക് ഇപ്പോഴത്തെ പുതിയ റൂൾ പ്രകാരം വി ക്യാൻ സ്പെൻഡ് 400 മില്യൺ, 400 മില്യൺ വരെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇനി ആരായിരിക്കണം ആ 7 പ്ലേയേഴ്സ്? നമുക്കറിയാം 3 മിഡ്ഫീൽഡേഴ്സ്, അതിലൊരാൾ DM ആണ്, ഒരു ലെഫ്റ്റ് വിങ്ങർ, ഒരു ലെഫ്റ്റ് ബാക്ക്, ഒരു റൈറ്റ് ബാക്ക്, ഒരു സെൻറ്റർ ബാക്ക്, പിന്നെ ഒരു ബാക്കപ്പ് സ്ട്രൈക്കർ. ആരായിരിക്കണം ഈ പ്ലേയേഴ്സ് എന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. ബാക്കിയുള്ള യുണൈറ്റഡ് ഫാൻസിന് മസ്റ്റായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവരും ഇത് കാണണം, അവരും ഇത് അറിയണം എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത്.
പിന്നെ നിങ്ങളുടെ കോമൻറ്റ്സ് എന്തായാലും ഇവിടെ താഴെ രേഖപ്പെടുത്തുക. സോ ദിസ് ഇസ് മിറാജ് സൈനിങ് ഓഫ് ഫ്രം സ്ട്രെറ്റ്ഫോർഡ് സിഗ്നൽ. സീ യു അഗെയിൻ.